വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല മീൻകറിയാണ്. തൃശ്ശൂർ സ്റ്റൈലിലെ മീൻകറി കണ്ടു നോക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ് തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി. കാരണം ഇതിനകത്ത് വഴറ്റിലൊന്നുമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ചുവന്നുള്ളി, ഒരു 6 അല്ലി ചുവന്നുള്ളി. അരിഞ്ഞിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ചതച്ചിട്ട് ചെയ്യാം. ഒരു ഇഞ്ച് കഷ്ണത്തിൽ 1 ഇഞ്ചി. ഇതൊന്ന് ചതച്ചെടുക്കാം. ഉള്ളി ചതച്ചതിലേക്ക് പച്ചമുളക് 4 or 5 ഉപയോഗിക്കാം, എരിവനുസരിച്ച്. ഞാൻ എടുത്തേക്കുന്നത് വലിയ എരിവില്ലാത്ത മുളകായതുകൊണ്ട് ഞാൻ 6 എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് ചതച്ചെടുക്കാം. ഈ 3 ഇൻഗ്രീഡിയൻസ് കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഈ ഒരു കുക്കിങ്ങിന് നമുക്ക് മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. നമ്മൾ 1/2 കിലോ മീന യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ്. 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചേക്കുന്നത്, 2.5 ടീസ്പൂൺ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുകൂടി ഇടാം. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ. മല്ലിപ്പൊടി കൂടി പോയാൽ കളർ മാറും, അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ ഇടുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലോട് ഉപയോഗിക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. നല്ല ടേസ്റ്റി കറിയാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറി. ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചാൽ നല്ലത്. ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെക്കുക. നമ്മൾ ഈ ഒരു മിക്സ്ചർ മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റോളം വെച്ചു. അടുത്തായിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് ഈ ചട്ടി ഇതിലേക്ക് വെക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ 2 പാൽ എടുത്തേക്കുന്നത്, 2 പാൽ ഒഴിക്കാം. രണ്ട് കപ്പ് 2 പാൽ ഒഴിച്ചു. ഞാൻ 2 പാൽ എടുത്തേക്കുന്നത് 2 കപ്പ് തേങ്ങയിലേക്ക് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് 1 പാൽ എടുക്കും. അതിലേക്ക് തന്നെ വീണ്ടും 2 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്താണ് ഈ 2 പാൽ. നമ്മൾ തേങ്ങാപ്പാലിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് മാങ്ങ ഇടാം. ഏകദേശം 1 കപ്പ് മാങ്ങ കാണും. ഇത് നീളത്തിലരിഞ്ഞ് മാങ്ങ ഇട്ട് 5 മിനിറ്റ് തിളയ്ക്കട്ടെ. മാങ്ങയുടെ പുളിയൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന വരെ 5 മിനിറ്റ്സും തിളയ്ക്കട്ടെ. മാങ്ങ ഇട്ട് നന്നായിട്ട് തിളച്ചു. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, ആവശ്യത്തിന് ഇടുക കേട്ടോ. ഇവിടെ ഇച്ചിരി ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുക. മീൻ ആഡ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കാളാഞ്ചിയാണ്, 1/2 കിലോ കാളാഞ്ചി. കാളാഞ്ചിയോ നെമ്മീനോ മോത വറ്റ അങ്ങനെ ഏത് മീനും ഉപയോഗിക്കാം. നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് ഒരു ലിഡ് വെച്ച് അടച്ച് കുക്ക് ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് കുക്കാവട്ടെ. ഞാൻ തീ കുറച്ചൊരു 10 മിനിറ്റോളം വെച്ചു. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. അത്യാവശ്യം തിക്ക് ഗ്രേവിയായി. നമ്മുടെ മീനെല്ലാം കുക്ക്ഡാണ്. പിന്നെ കഴിയുന്നത് ഇളക്കാതിരിക്കുക. ഇതിലേക്ക് നമുക്ക് 1 പാൽ ചേർക്കാം. 1 പാൽ ഗ്രേവി അനുസരിച്ച് കേട്ടോ. ഇപ്പോൾ എത്ര ഗ്രേവി ഉണ്ടോ, നമുക്ക് കൂടുതൽ ഗ്രേവി വേണോ അനുസരിച്ച് കൂടുതൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തു. ഇനി ഒന്ന് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം തിളയ്ക്കാൻ പാടില്ല.
നന്നായിട്ട് ചൂട് വരുമ്പോൾ മാറ്റാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഉള്ളി കാച്ചി ഇതിനകത്തേക്ക് ഒഴിക്കണം. നമ്മൾ യൂഷ്വലി നോർമൽ കറികൾക്കൊക്കെ നമ്മൾ കടുക് പൊട്ടിക്കും. ഇവിടെ കടുക് ഇടത്തില്ല, ഉള്ളിയും കറിവേപ്പിലയുടെ മൂപ്പിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കും. കുറച്ച് ഓയിൽ ഒഴിക്കാം, 1 ടേബിൾ സ്പൂൺ. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ചുവന്നുള്ളി, ഞാൻ 4 ചുവന്നുള്ളി എടുത്തേക്കുന്നത്, അതിനകത്തിട്ട് നീളത്തിലരിഞ്ഞത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഓഫ് ചെയ്യുക. നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഇത് ഒഴിക്കാം. ഈ ഉള്ളി കാച്ചിയ ശേഷം, ഉള്ളി കാച്ചി ഒഴിച്ച ശേഷം അടച്ചു വെക്കുക. ആ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ്സോളം അടച്ചു വെച്ചു. അത് നോക്കിയാൽ നല്ല നല്ല മണമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഇത്. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ തൃശ്ശൂർ സ്റ്റൈലുള്ള ഈ മീൻ കറി വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്തു. ആ മാങ്ങയുടെ പുളിയും തേങ്ങാപ്പാലിൻ്റെ ആ ഒരു രുചിയും മീനും എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനിലുള്ള ഒരു മീൻ കറി ചെയ്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി. ഇതിനകത്ത് വയറ്റില ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കറിയായത്. ഇത് ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. അപ്പോൾ ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.